ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ട്രാവൽ ബാഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രോക്ക് അതുപോലെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ട്രാവൽ ബാഗ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണാതെ പോകരുത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഫാബ്രിക്, വീട്ടിൽ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ ഉപയോഗിക്കാത്ത, ആ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് വീട്ടിലുള്ള പഴയ ഏതെങ്കിലും ഒരു ബാഗിൻ്റെ, കേട് വന്ന ബാഗിൻ്റെ സിബ്ബൊക്കെ ഇതുപോലെ ഒന്ന് അയച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ആദ്യം. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം എന്നുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന എനിക്ക് അതിനേക്കാൾ ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് പ്രിൻറ്റഡ് ക്യാൻവാസ് ഷൂ ഫാബ്രിക് എന്നാണ്. അതായത് ഷൂ ഉണ്ടാക്കുന്ന ഫാബ്രിക്കാണിത്. മീറ്ററിന് 180 രൂപയായിട്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊന്നല്ല, കുറച്ച് കാലമായിട്ടോ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇത് കോഴിക്കോടുള്ളവർക്ക് മുതലക്കുളത്ത് ബാറ്റയുടെ ഒരു ഷോറൂമില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാഗിൻ്റെ എല്ലാ മെറ്റീരിയൽസും കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോവാം. ഓക്കെ, അപ്പോൾ അതേ 54 ഇഞ്ച് വിടുത്ത് വരുന്നൊരു ഫാബ്രിക്കാണ്. എനിക്ക് കുറച്ചൊരു ലാഭമായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ മീറ്ററിന് 180 രൂപയല്ലേ വില വരുന്നുള്ളൂ. പിന്നെ ഇതിന് ഞാൻ എക്സ്ട്രാ ലൈനിങ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തുണി കുറച്ചൊരു കട്ടിയുള്ള തുണി തന്നെ എടുക്കുന്നതായിരിക്കും നന്നാവുക. ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു കട്ടിയുള്ള നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ തുണി തന്നെ എടുത്താൽ മതി കേട്ടോ. അതിനിപ്പോൾ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നെങ്കിൽ ഇതുപോലെയുള്ള സ്പോഞ്ച് ഷീറ്റ് എല്ലാ ഫാൻസി ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. കൂടാതെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന എല്ലാ ഷോപ്പിലും നമുക്ക് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇത് മീറ്ററിന് 60 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടത്. ഒത്തിരി നാൾ മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. എന്നിട്ട് 2 ഫാബ്രിക്കിൻ്റെ അകത്ത് വെച്ചിട്ട് അതൊന്ന് ക്വിൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ക്വിൽറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വിൽറ്റ് ചെയ്യുന്ന വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ബാഗിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക് കൂടാതെ ലൈനിങ് പീസ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സിബ്ബാണ്. അപ്പോൾ അതേ 1.5 ഇഞ്ചിൻ്റെ സിബ്ബാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു ക്വാളിറ്റി കൂടിയിട്ടുള്ള സിബ്ബാണ് കേട്ടോ. അപ്പോൾ റോളോ മീറ്ററോ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സിബിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ തന്നെ സിബിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കൂടാതെ ഞാനിവിടെ ഒരു 5 റണ്ണർ എടുക്കുന്നുണ്ട്. അപ്പോൾ സിബിനനുസരിച്ചിട്ടുള്ള റണ്ണർ തന്നെ പ്രത്യേകം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നമ്മുടെ ബാഗിൻ്റെ പിടിത്തത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബ്ലാക്ക് കളറിലുള്ള സ്ട്രാപ്പാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു റോളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 1 ഇഞ്ചിൻ്റെ റോളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റോളിന് എനിക്ക് 90 രൂപയാണ് കേട്ടോ വിലയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫാബ്രിക് എല്ലാം ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഫാബ്രിക്കിൽ കറക്റ്റ് ഒന്ന് മാർജിൻ വരയ്ക്കുക. അതിനുശേഷം 14 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവും മാർക്ക് ചെയ്ത് 2 സ്ക്വയർ പീസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാഗാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ 12 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളത്തിലും ഇതുപോലെ സ്ക്വയർ ബോക്സ് വരച്ചെടുക്കുക. അല്ലെങ്കിൽ 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും, അതും അല്ലെങ്കിൽ 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയിലും ഇതുപോലെ സ്ക്വയർ പീസുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ കൃത്യമായിട്ട്, അതായത് മനസ്സിലാക്കിയിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ളതും അല്ലെങ്കിൽ എത്ര വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ മനസ്സിലാവാത്തത് ആ ഒരു ഭാഗം വീണ്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ 14 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളവും വെച്ച് ഒരു സ്ക്വയർ പീസ് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് 2
ഫാബ്രിക് കൂടി ഒന്നിച്ച് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ദേ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമുക്ക് 14 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമുള്ള 2 പീസ് ഫാബ്രിക് നമ്മളിതേ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇത് ബാഗിൻ്റെ സൈഡ് പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശം ബോക്സ് ആയിട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് ഇതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് ചെറുതായിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വൃത്താകൃതിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ചിട്ട് കണ്ടില്ലേ, ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബോക്സ് ആ ഒരു ഷേപ്പ് വേണ്ടവർക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതേവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വൃത്താകൃതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം മുകളിലും താഴെയും സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ് പീസിലും കട്ട് ചെയ്തെടുക്കണം, പോക്കറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെയിം മെഷർമെൻറ്റിൽ സെയിം ആകൃതിയിലൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ടിലുള്ള പോക്കറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി 11 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും ഉള്ള ഒരു പീസ് ഫാബ്രിക് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ബാഗാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പോക്കറ്റ് കട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, 9 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും എടുത്തിട്ട് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാം. അതിലും ചെറിയ പോക്കറ്റ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ 11 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളത്തിലും ദേ ഇതുപോലെ ഒന്നൊരു ബോക്സ് വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോക്കറ്റ് ഒരു പീസ് തന്നെ ഞാനിവിടെ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പിറകിലും ഫ്രണ്ടിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഇനി ഇതിൻ്റെ എല്ലാം സെയിം മെഷർമെൻറ്റിൽ നമുക്ക് ലൈനിങ് പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ വലിപ്പത്തിൽ ഒരേ ആകൃതിയിൽ തന്നെ നമ്മൾ ലൈനിങ് പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദേ ഞാനിവിടെ നമ്മുടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത സെയിം അളവിൽ നമ്മുടെ ലൈനിങ് പീസ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ സിബ് കൂടി ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിബ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മുടെ ഫാബ്രിക്കിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സിബ് കറക്റ്റ് അളവ് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു ഫാബ്രിക് 11 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, 10 ഇഞ്ച് നീളത്തിലും. അപ്പോൾ നമ്മൾ വീതിയാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ ദേ 11 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ഒരു സിബ് കട്ട് ചെയ്തെടുത്തു. കൂടാതെ ദേ ഈ 2 സിബും ഞാൻ 14 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളല്ലേ 14 ഇഞ്ച് വീതിയും നീളവും കൊടുത്തിട്ട് സ്ക്വയർ പീസായിരുന്നു ആദ്യം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പീസ് ഞാനിവിടെ 14 ഇഞ്ച് വീതിയിൽ സിബ് കട്ട് ചെയ്തെടുത്തു. കൂടാതെ ഇതിൻ്റെ എല്ലാം സെയിം മെഷർമെൻറ്റിൽ ലൈനിങ് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലുള്ള പോക്കറ്റിൻ്റെ മുകൾ വശം പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 3 ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസ് ഫാബ്രിക് കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം സിബ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ പോക്കറ്റ് കൂടി റെഡിയാക്കി എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയും ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിൽ നിന്നും ലൈനിങ് പീസ് മാറ്റി ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മുകൾ വശത്ത് നിന്ന് ഒരു 3 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വശത്ത് വേണം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പം നീളത്തിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ച് നീളത്തിൻ്റെ ആ ഒരു ഭാഗത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റി അവിടെയാണ് നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 11 ഇഞ്ചിൻ്റെ സിബ് എടുക്കുക. ഇത് നമുക്ക് ഇരുവശങ്ങളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സിബിൻ്റെയും ഫാബ്രിക്കിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ അരികുവശങ്ങൾ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെയും സിബിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ അരികുവശങ്ങൾ ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ എക്സ്ട്രാ സ്റ്റിച്ചിങ് എലവൻസ് അകത്തേക്ക് വെച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ വെച്ച് അതിന് മുകളിലൂടെ ഒരു പ്ലസ് സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല വൃത്തിക്ക് അവിടെ സെക്യൂറായിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ നമ്മുടെ സിബ്. കണ്ടില്ലേ, വളരെ നീറ്റിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത എക്സ്ട്രാ ഫാബ്രിക്കിനെ നമ്മൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ താഴ്വശത്തേക്ക് നന്നായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക. ഓക്കെ, നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ സിബും ഫാബ്രിക്കും ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വശം കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സിബിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി സിബ് വെക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് പറയേ ഉള്ളൂ. എന്നുവെച്ചാൽ വീഡിയോയുടെ ലെങ്ത് അത്രയും കുറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിബ് വെക്കുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചിങ് എലവൻസിനെ ഇതുപോലെ നമ്മുടെ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ഒരു വശം കൂടി നമുക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ തവണയും സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സിബിൻ്റെ അകത്തേക്ക് നമ്മുടെ റണ്ണർ പതുക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുറന്നെടുക്കുക. അതിന് ശേഷം നമ്മുടെ റണ്ണർ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അകത്തേക്ക് വെച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സിബിൻ്റെ അകംവശത്തേക്ക് റണ്ണർ വളരെ എളുപ്പത്തിൽ വെച്ചെടുക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ബാഗിൻ്റെ സൈഡിലേക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫാബ്രിക് ഇല്ലേ, അതിൻ്റെ മെയിൻ ഫാബ്രിക്കുകൾ 2 എണ്ണവും ഇതുപോലെ ഒന്ന് എടുക്കുക. നമ്മൾ 14 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും നമ്മളിതേ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 8 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആക്കി വരച്ചെടുക്കുക. അപ്പോൾ 2 പീസ് ഇവിടെ ഞാൻ ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ മറ്റേ പീസിൽ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഈ ഒരു 2 പീസുകളിലും സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ 3 പീസിലും നമ്മുടെ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു പീസിനോടൊപ്പം തന്നെ നമ്മുടെ ലൈനിങ് പീസ് കൂടി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ലൈനിങ് പീസിന് ഇതുപോലെ ഒന്ന് വെക്കുക. അതിന് മുകളിൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് ചുറ്റിലും ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ചിൽ കൂടരുത് കേട്ടോ. അപ്പോൾ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സിബിൻ്റെ അകത്തേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം. അതിനായി നമ്മുടെ സിബിനെ ഒരല്പം തുറന്നെടുക്കുക. അതിനുശേഷം നമ്മുടെ റണ്ണർ എടുത്തിട്ട് നമ്മുടെ റണ്ണറിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തിനെ വേണം നമ്മൾ നമ്മുടെ സിബിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ റണ്ണറിൻ്റെ ഒരു വശം ഒരു സൈഡിലുള്ള സിബിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് മറ്റേ സൈഡ് കൂടി നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് നമ്മുടെ റണ്ണറിൻ്റെ അകത്തേക്ക് വെച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വശത്തെയാണ് പിടിച്ച് വലിക്കാറ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം വെച്ചിട്ട് വേണം റണ്ണറിനെ അകത്തേക്ക് പിടിച്ച് വലിച്ച് കയറ്റാൻ. അപ്പോൾ വളരെ എളുപ്പത്തിൽ അതങ്ങോട്ട് കയറിപ്പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ തവണയൊന്നും ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ റണ്ണർ കയറ്റിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും ഒപ്പത്തിനൊപ്പം വെച്ച് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചുറ്റിലൊന്ന് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡ് പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സിബിൻ്റെ ആ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ ഇളകി പോവാതെയൊക്കെ നിൽക്കും, നന്നായിട്ട് ലോക്കായിട്ട് അവിടെ കിടന്നോളും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു പോക്കറ്റ് പോലെ നമുക്കിപ്പോൾ കിട്ടി. സിബ് വെച്ചിട്ടുള്ളൊരു പോക്കറ്റ് പോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല നീറ്റിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ വശത്തുള്ള പീസും ചെയ്തെടുക്കണം.
കൂടാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള ആ ഒരു പോക്കറ്റ് കൂടി ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തും താഴ്വശത്തും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൈഡ് വശങ്ങൾ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ലൈനിങ് പീസ് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പോക്കറ്റിൻ്റെ മുകൾ വശത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് 3 ഇഞ്ചിൻ്റെ ഫാബ്രിക്, അതൊന്ന് വെച്ച് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമ്മൾ നമ്മുടെ പോക്കറ്റ് പീസിനെ എടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ മടക്കി ആ മടക്ക് വശം കണ്ടില്ലേ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഓപ്പൺ ആയി കിടക്കുന്ന വശങ്ങൾ അരികിലേക്ക് വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം വെച്ച് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ട് ഒന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എക്സ്ട്രാ ഉള്ള ഫാബ്രിക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് ഈ കറക്റ്റ് അളവിൽ തന്നെ മതി ഫാബ്രിക്. നമുക്കിതേ നമ്മുടെ ഈ ഒരു പീസിനെ അകം വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഈ എക്സ്ട്രാ വരുന്ന പൈപ്പിംഗ് പീസിനെ ഇതുപോലെ ഒന്ന് പിടിച്ച് പിറകിലേക്ക് വെച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൈപ്പിംഗ് പീസ് എക്സ്ട്രാ പിറകിലേക്ക് ഇതുപോലെ വരണം. നമ്മുടെ സ്റ്റിച്ചിങ് ആ പിറകിലുള്ള പീസിലൂടെ കൂടി വരണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരേ അളവിൽ തന്നെ നമ്മുടെ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ കണ്ടില്ലേ, നല്ല വൃത്തിയിൽ ഒരേ അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ പിറകിൽ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഫാബ്രിക് എക്സ്ട്രാ താഴ്ഭാഗത്തേക്ക് വരണം, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ താഴ്ഭാഗത്തേക്ക് വരണം. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ 3 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സൈഡ് വശമാണ്. 2 സൈഡ് വശങ്ങൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് ചുറ്റിലും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ള പോക്കറ്റ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല, മുകൾ വശത്ത് പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സൈഡിലുള്ള ഒരു പീസ് ഈ ഒരു ഫാബ്രിക്കിനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റളവൊന്ന് നമുക്ക് എടുക്കണം. ഓക്കെ, ആ ഒരു അളവിൽ വേണം നമ്മൾ നമ്മുടെ ബാഗിൻ്റെ ബോഡി പീസ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡ് പീസിൻ്റെ ചുറ്റിലും ടാപ്പിനെ ഇതുപോലെ ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ച് പിടിച്ച് കറക്റ്റ് അതിൻ്റെ ചുറ്റളവൊന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 50.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ഇഞ്ചിൻ്റെതാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ നീളം മാർക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നമ്മുടെ ഫാബ്രിക്കിൽ സെയിം നീളത്തിൽ 22 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ 22 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ ചുറ്റളവെടുത്തില്ലേ, ആ 50.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. എത്ര വലിപ്പമുള്ള ബാഗാണെങ്കിലും അതുപോലെ തന്നെ നോക്കുക. നമ്മളെ ബാഗിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്രത്തോളം നീളം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. 18 ഇഞ്ചോ 20 ഇഞ്ചോ 22 ഇഞ്ചോ. ഞാനിവിടെ 22 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. കൂടാതെ 50.5 ഇഞ്ചിൽ കണ്ടില്ലേ, 50 ഇഞ്ച് നീളവും 22 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തുണിയെ 2ആയിട്ട് മടക്കി വിരിച്ചത് കൊണ്ടാണ് ഞാനിവിടെ 25.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡബിൾ ആക്കുമ്പോൾ 50.5 ഇഞ്ച് കിട്ടി. ഓക്കെ, കറക്റ്റ് 50.5 ഇഞ്ച് നീളവും അതുപോലെ 22 ഇഞ്ച് വീതിയും ഉള്ള ഒരു ഫാബ്രിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. മനസ്സിലാവാത്തത് എന്തുണ്ട് താഴെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ,
ഇനി ഇതേ നമ്മൾ നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു വശത്ത് നമ്മുടെ വീതി വശത്ത് 22 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ സെയിം അളവിൽ തന്നെ നമ്മൾ നമ്മുടെ സിബ്ബ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വശത്ത് കൂടി നമുക്കൊന്ന് നമ്മുടെ സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള പോക്കറ്റ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, സിബ്ബ് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പോക്കറ്റ് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 22 ഇഞ്ചായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ 11 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഒരു മുകൾ വശത്ത് നിന്ന് ഒരു 6 ഇഞ്ച് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ. നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ പോക്കറ്റ് കറക്റ്റ് സെൻറ്റർ മടക്കിയിട്ട് അതുകൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ 2 സെൻറ്റർ പോയിന്റുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചെടുക്കുക. ഈ പോക്കറ്റിൻ്റെ താഴ്വശത്തെ 1 ഇഞ്ച് അകത്തേക്ക് മടക്കി നമുക്കൊന്ന് വച്ചെടുക്കണം. കറക്റ്റ് 1 ഇഞ്ചോ 1/4 ഇഞ്ചോ ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള കറക്റ്റ് സെൻറ്റർ പോയിന്റുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം ഒന്ന് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പോക്കറ്റ് വെച്ചെടുത്തതിന് ശേഷം ചുറ്റിലും പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ മുകൾ വശം സ്റ്റിച്ച് ചെയ്തെടുക്കരുത്, ബാക്കി 3 വശങ്ങളും ഒന്ന് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ പോക്കറ്റും അതുപോലെ ഒന്ന് സിബ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പോക്കറ്റും കൂടി അവിടെ കിട്ടും. അപ്പോൾ ഇതേ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ട് താഴ്ഭാഗത്ത് നമ്മൾ എന്താ പറയുക ഒപ്പത്തിനൊപ്പം തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ. കൂടാതെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ വീതി വശത്ത് ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് സിബ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം കണ്ടില്ലേ, മുകൾ വശം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡ് വശം താഴ്ഭാഗം അതുപോലെ മറ്റേ സൈഡ് വശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ നമ്മളിതേ ഇതുപോലെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു ഓപ്പൺ പോക്കറ്റും അതുപോലെ തന്നെ ഒരു സിബ് വെച്ചിട്ടുള്ള പോക്കറ്റും നമ്മുടെ ബാഗിൻ്റെ ഫ്രണ്ടിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പിറകിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ബോഡി പീസുമായിട്ട് നമ്മുടെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സിബിൻ്റെ നല്ല വശവും ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങളും അകത്തേക്ക് വരുന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബിൻ്റെ ആ ഒരു ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, കൂടാതെ പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൽ സിബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു, പ്രസ് സ്റ്റിച്ചും കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഫ്രണ്ടിലെ പോക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതേ ഈ ഒരു സ്ട്രാപ്പാണ് നമ്മുടെ ബാഗുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേ ഇതുപോലെ തുണിയെ 2 ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 25.25 ഇഞ്ചല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും ഒരു 10 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് 36 ഇഞ്ച് അല്ലെങ്കിൽ 35.25 ഇഞ്ചിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് എടുക്കാം. അപ്പോൾ ഒരു വശത്താണ് കേട്ടോ ഇതുപോലെ 36 ഇഞ്ച് വരേണ്ടത്. ഇതുപോലെ നമുക്ക് 4 പീസ് വേണം, അതായത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് 36 × 4 ചെയ്യണം. അപ്പോൾ നമുക്ക് 144 ഇഞ്ച് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ 144 ഇഞ്ചിൽ നമുക്കൊന്ന് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 144 ഇഞ്ചിൽ ഞാൻ നമ്മുടെ സ്ട്രാപ്പിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നല്ലേ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ഫാബ്രിക് സ്ട്രാപ്പും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഫാബ്രിക്കിനെ കൊണ്ട് എങ്ങനെയാണ് സ്ട്രാപ്പ് ഉണ്ടാക്കാമെന്ന് മുമ്പ് നമ്മൾ എത്രയോ തവണ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഏതൊരു ഭാഗത്താണോ ഈ ഒരു സ്ട്രാപ്പ് വെക്കേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതേ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ അരികുവശത്ത് നിന്ന് ഒരു 5 ഇഞ്ച് വീതം അകത്തേക്ക് വിട്ടിട്ടാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത്. നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു എന്താ പറയുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഒരു സ്ട്രാപ്പിനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ.
അപ്പോൾ ദേ ഞാൻ ഇരുവശങ്ങളിലും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചെടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിറകിലും ഇരുവശങ്ങളിൽ നിന്നും 5 ഇഞ്ച് വീതം അകത്തേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. ഒരു ഭാഗത്തിലൂടെ നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ബാഗാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നാണ് സ്ട്രാപ്പ് വെച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ട്രാപ്പിനെ ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ, അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. കറക്റ്റ് ആ ഒരു ലൈനിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ച് നമുക്ക് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടിലുള്ള പോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 5.5 ഇഞ്ച് മുകൾ വശത്ത് നിന്ന് താഴേക്ക് വിട്ടിട്ടായിരുന്നു. ആ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ സ്ട്രാപ്പും വെച്ചെടുക്കുന്നത്, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്തും നമ്മൾ 5.5 ഇഞ്ച് മുകൾ വശത്ത് നിന്ന് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. മുകളിലേക്ക് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. അപ്പം നമുക്ക് എത്രത്തോളം സ്റ്റിച്ച് ചെയ്യണം അത്രത്തോളം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ലൈനിന് ഒപ്പത്തിനൊപ്പം വെച്ച് തന്നെ നമ്മൾ സ്ട്രാപ്പ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇരുവശങ്ങളിലേക്കും ഒരേ അളവിൽ വരുന്ന രീതിയിൽ നമ്മുടെ സ്ട്രാപ്പിനെ വെച്ചൊന്ന് പിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി അധികം മനസ്സിലാവുക. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എത്രത്തോളം നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന്, അതിൻ്റെ താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് ഒരു ക്രോസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇരുവശങ്ങളും നമ്മുടെ സ്ട്രാപ്പിൻ്റെ ഇരുവശങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വശത്ത് നിന്ന് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ഒരു ലൈനിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ച് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പിൻ്റെ ഇരുവശങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അരികുവശങ്ങളൊന്ന് ഒരു ചൂട് വെച്ചിട്ട് ഉരുക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്ത് ഞാനൊരു 3-4 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗത്തും 3-4 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കരുത്തിൽ അവിടെ ഇരുന്നോളും, പെട്ടെന്നൊന്നും നമ്മുടെ കൈ പൊട്ടിപ്പോകുമൊന്നുമില്ല. അതിനുശേഷം ആ ഒരു സ്ട്രാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ താഴ്വശത്തും ആ ഒരു ഇൻഡു ഷേപ്പിൽ ഞാനിതേ ഒരു 2-3 സ്റ്റിച്ച് അവിടെയും കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശത്തും നമ്മുടെ സ്ട്രാപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഫ്രണ്ടിലെ പോക്കറ്റിൻ്റെ താഴ്ഭാഗം ഒരു തവണ കൂടി സ്റ്റിച്ച് കൊടുത്ത് നന്നായിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗുമായിട്ട് നമ്മുടെ സ്ട്രാപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇല്ലേ, നമുക്ക് നമ്മുടെ ബാഗിൻ്റെ അകംവശത്ത് പോക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ അകംവശത്തും നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ പോക്കറ്റ് വെച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതേ നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സിബിനകത്തേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമ്മളിതേ നമ്മുടെ സിബിൻ്റെ അകത്തേക്ക് റണ്ണറിനെ ഒന്ന് ജസ്റ്റ് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ സിബിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഓരോ റണ്ണർ വീതം വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ മുകൾ വശത്ത് 2 സിബ് കൊടുക്കുന്നുണ്ട്, 2 റണ്ണർ കൊടുക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ സിബിന് അകത്തേക്ക് ഇതുപോലൊന്ന് റണ്ണർ കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്ന ഈ ഒരു ബാഗിൻ്റെ ഔട്ട്ലൈന് അതുപോലെ എത്ര പീസ് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു ഭാഗം കൂടി ഒന്ന് കാണണേ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ റണ്ണർ ഇരുവശങ്ങളിൽ നിന്നും അകത്തേക്ക് ഇതേ ഇതുപോലൊന്ന് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സൈഡ് പോക്കറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 2 പീസ് സൈഡ് പോക്കറ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതേ ആദ്യമേ തന്നെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കണം. മുകളിലും താഴെയും നമ്മളിതേ ഇതുപോലൊന്ന് നമ്മുടെ സൈഡ് പോക്കറ്റിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബാഗിൻ്റെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മുടെ സൈഡ് പോക്കറ്റിൻ്റെ ആ ഒരു പീസില്ലേ അതിൻ്റെ സെൻറ്റർ ഭാഗവും താഴ്വശങ്ങൾ ആദ്യമേ തന്നെ ദേ ഒന്ന് നമുക്ക് ഒപ്പത്തിനൊപ്പം നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ദേ ഒന്ന് നമുക്ക് പിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡ് പോക്കറ്റിൻ്റെ ചുറ്റിലും നമ്മുടെ ബോഡി പീസ് വരുന്ന രീതിയിൽ ദേ ഇതുപോലൊന്ന് ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു വശം നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ട് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് പോക്കറ്റിൻ്റെ മുകൾ വശത്തുള്ള സെൻറ്റർ നമ്മുടെ സിബിൻ്റെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് കറക്റ്റ് വരിക കേട്ടോ. അത് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതേ ഇതുപോലെ ചുറ്റിലൊന്ന് പിൻ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ദേ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സൈഡ് പോക്കറ്റ് ബോഡി പീസ് തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മുകൾ വശത്ത് നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ഒരു 4-5 സ്റ്റിച്ചിങ് ഞാൻ ആ ഒരു ഭാഗത്ത് കൊടുത്ത് കറക്റ്റ് നന്നായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷമാണ് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ നമ്മുടെ ആ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ആ ഒരു മുകൾ വശത്ത് നമ്മളിതേ ഇതുപോലെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെ ഒപ്പത്തിനൊപ്പം അരികുവശങ്ങളെ ഒപ്പത്തിനൊപ്പം വെച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കോണ് വശങ്ങൾ വരുമ്പോഴും നമുക്ക് നമ്മുടെ നീഡിലൊന്ന് പതുക്കെ താഴ്ത്തി ഫാബ്രിക് മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സൈഡ് പോക്കറ്റിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും അരികുവശങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ വശത്തും നമ്മുടെ സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിതിപ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അരികുവശങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റിച്ചിങ് എലമെൻറ്റ്സ് കവർ ചെയ്യുന്ന രീതിയിൽ പൈപ്പിംഗ് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതേ നമ്മളെ ബാഗിൻ്റെ ചെറിയൊരു രൂപരേഖ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് റഫായിട്ട് വരച്ചതാണ്. അപ്പോൾ ബാഗിൻ്റെ മുഞ്ചൊന്നും നോക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് വരച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം നോക്കി കാണേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് സൈഡ് പോക്കറ്റിന് വേണ്ടിയിട്ട് 2 പീസ് മെയിൻ ഫാബ്രിക്, 2 പീസ് ലൈനിങ് പീസ് വേണം. അത് 14 ഇഞ്ച് ലെങ്ത്ത് 14 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോക്കറ്റിന് വേണ്ടിയിട്ട് 1 പീസ് മെയിൻ ഫാബ്രിക്, 1 പീസ് ലൈനിങ് പീസ്. അത് 11 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്ട്രാപ്പ് 144 ഇഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ സിബ് 11 ഇഞ്ചിൽ 1 പീസ്, 14 ഇഞ്ചിൽ 2 പീസ്, 22 ഇഞ്ചിൽ 1 പീസ്, റണ്ണർ 5 എണ്ണം. പിന്നെ ബോഡി പാർട്ട് നമ്മൾ 50.5 ഇഞ്ച്
നീളത്തിലും 22 ഇഞ്ച് വീതിയിലുമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ലൈനിങ് പീസ് കൂടി കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ അതേ നമ്മൾ സൈഡിലൊക്കെ നമ്മുടെ സൈഡ് പോക്കറ്റ് നമ്മുടെ ബോഡി പീസുമായിട്ട് നമ്മുടെ ബാഗുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചിങ് എലവൻസ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ, പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ട്. ഞാനിതേ നമ്മുടെ ബാഗിനെ ജസ്റ്റ് ഒന്ന് പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കണ്ടേ നമ്മുടെ ബാഗ് എങ്ങനെയാണ് റെഡി ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ക്വിൽറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്കിൽ നല്ല കറക്റ്റ് ആ ഒരു സ്റ്റിഫ്നെസ്സിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഇത് അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബാഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിനെ ക്വിൽറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതിനേക്കാൾ കുറച്ചൊരു സൈസ് കുറഞ്ഞ ബാഗാണ് നമ്മളിനി അടുത്തതായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് നിറയെ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലല്ല ആ ബാഗിൻ്റെ കറക്റ്റ് ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ഓപ്പൺ പോക്കറ്റ് അതുപോലെ സിബുള്ള ഒരു പോക്കറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പിറകിലും ചെയ്തെടുക്കേണ്ടവർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കൂടാതെ സൈഡിൽ കണ്ടില്ലേ നമ്മൾ നല്ല വലിയൊരു പോക്കറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ബാഗ് നല്ല വലിപ്പമുള്ളൊരു ബാഗ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രത്തോളം വലിപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഒത്തിരി ഡ്രസ്സുകൾ വച്ചിട്ടുണ്ട് അകത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബാഗിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി നമ്മൾ ഉപയോഗിക്കാത്ത തുണികളൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ബാഗുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടി നമുക്ക് ഇനി മുതൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങളുടെ പേരും സ്ഥലവും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.